ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആഴ്സണൽ വേഴ്സ് ബ്രൈറ്റൺ മത്സരത്തെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആഴ്സണൽ വേഴ്സ് ബ്രൈറ്റൺ മത്സരം 1-1 എന്ന ഗോൾ സ്കോറിൽ സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു സമനിലയോടുകൂടി പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനം 40 പോയിൻറ്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആർസണലിൻ്റെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ബിലോ ഏവറേജ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എടുത്ത് പറയാൻ വേണ്ടി മാത്രം ഡിക്ലൈൻ റൈസ് അതുപോലെ ഗബ്രിയലിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാണാൻ വേണ്ടി സാധിച്ചത്. ആർസണലിനെ സംബന്ധിച്ചിടത്തോളം 20 മാച്ചസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം വെറും 18 മാച്ചസ് ആണ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതും 45 പോയിൻറ്റുമായിട്ടാണ് ലിവർപൂൾ ഒന്നാം സ്ഥാനത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം സ്ഥാനം എന്നുള്ള അത് മാറ്റി നിർത്തി കഴിഞ്ഞാലും ബാക്കി ഇനിയിപ്പോൾ ചെൽസിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്തും അതുപോലെ ആസ്റ്റൺ വില്ലയുടെ കാര്യത്തിൽ വരുന്ന സമയത്തും ചെറിയ ഡിഫറൻസ് മാത്രമേ ആർസണലുമായിട്ട് ചെറിയ വ്യത്യാസത്തിലാണ് ആർസണൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആർസണലിനെ കഴിഞ്ഞ സീസൺ അതിൻ്റെ മുന്നിലുള്ള സീസൺ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സെയിം പാറ്റേണിലാണ് ഈ സീസണിലും ആർസണൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസൺ സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ആയിരുന്നു. ടോപ്പ് 1 വരെ ഫിനിഷ് ചെയ്ത ഒരുപാട് മാച്ചസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈറ്റിൽ റേസ് വരുന്ന ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഡൗൺ ആകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഇത് ഫസ്റ്റ് സീസൺ ആണെങ്കിൽ ഓക്കെ, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ബാക്ക് ടു ബാക്ക് ഇതന്നെയാണ് ആർസണൽ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ആർട്ടിയക്ക് സാധിച്ചില്ല എങ്കിൽ എനിക്ക് തോന്നുന്നില്ല ടോപ്പ് 4 വരെ കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വേറൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, പാർട്ടിയെ പോലെ ഒരു സെൻറ്റർ മിഡ്ഫീൽഡർ റോളിലും ഡിഫെൻസീവ് മിഡ്ഫീൽഡർ റോളിലും കളിക്കുന്ന ഒരു പ്ലെയറിനെയാണ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ പ്ലേസ് ചെയ്തത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടീമായി പ്രീമിയർ ലീഗിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടീമാണ് ബ്രൈറ്റൺ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ടീമിൻ്റെ കൂടെ എന്തിനാണ് ഇതുപോലൊരു ഡിസിഷൻ എടുത്തതെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല. ആർസണൽ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ വരും മത്സരങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ എന്തുകൊണ്ടും ഒരു ടോപ്പ് 4 തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.